Hi, my dear children. How are you? Are you fine there? Did you read the story that I have taken in the previous class? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എടുത്ത സ്റ്റോറി എല്ലാവരും വായിച്ചു നോക്കിയോ? Do you understand that? ആ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടായോ? Today, I came with a new story. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചപ്പോ മിസ് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് മിസ് വരാന്ന്. Right? Today, we are discussing a new story. Do you know what is its name? Yes. It is What is in the Bag? What is the name of the story? What is in the bag? Okay. So, this is the story of an auto. Did you see auto? Auto rickshaw? Yes, every day we are traveling in auto. Right? Okay, this is the story of an auto. Do you know what is its name? Its name was Tuk Tuk. What's the name of that auto? Tuk Tuk. One day, the Tuk Tuk is standing out of the gate. Tuk Tuk was taking the passengers every day. And he also carrying Raju to school. So, one day, it is a holiday. It is a Sunday. That day, when the auto was standing out of Raju's gate, do you know what happened? ഒരു ദിവസം ഈ ഓട്ടോ രാജുവിന്റെ ഗേറ്റിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. ഡു യു നോ വാട്ട് ഇസ് ദാറ്റ്? ഈ രാജുവിനെ എന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ളത് ആരാണ്? ടക് ടക്. ഈ ടക് ടക് എന്ന പേരുള്ള ഓട്ടോ ആയിരുന്നു രാജുവിനെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നത്. വൺ സൺഡേ, ഒരു ഞായറാഴ്ച, when the auto was standing out of Raju's gate, ഒരു ദിവസം ഈ ടക് ടക് രാജുവിന്റെ ഗേറ്റിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ one man came with a bag. One man is running out of the gate of Raju and he also carries a cloth bag. അപ്പൊ നമ്മുടെ ടക് ടക് രാജുവിന്റെ വീടിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരാള് രാജുവിന്റെ വീട്ടിന്റെ ഗേറ്റ് കടന്ന് ഒരു ക്ലോത്ത് ബാഗുമായിട്ട് ഓടി വരുന്നത് ആര് കണ്ടു? ടക് ടക് കണ്ടു. Then the man said, I want to go somewhere. Stop, stop. അപ്പൊ ആ ഓട്ടോയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഒരാള് രാജുവിന്റെ വീടിന്റെ ഗേറ്റിൽ കടന്നുകൊണ്ട് ഓടി വരുന്നത് നമ്മുടെ ടക് ടക് കണ്ടു. Then Tuk Tuk thought, what is in the bag? Why this man is so hurry? അപ്പൊ നമ്മുടെ ടക് ടക് ആലോചിച്ചു, ഇയാൾ എന്തിനാണ് വലിയൊരു ബാഗും കൊണ്ട് രാജുവിന്റെ വീട്ടിൽ നിന്ന് ഓടി വരുന്നത്? അയാള് വളരെ ധൃതിയിലാണ് ഓടി വരുന്നത്. ഹീസ് അൺഫെമിലിയർ. അയാൾ ഇതുവരെ കണ്ടിട്ടില്ല.
തീരെ പരിചയമില്ലാത്ത ഒരാളാണ് രാജുവിന്റെ ഗേറ്റും കടന്ന് ഒരു വലിയ ക്ലോത്ത് ബാഗുമായിട്ട് ഓടി വരുന്നത്. സോ he said to the man, "Get inside my auto. I will take you. I will give you lift." So അപ്പോ ടക് പറഞ്ഞു, വേഗം എന്റെ ഓട്ടോയിലേക്ക് കയറിക്കോളൂ, എവിടേക്കാണ് പോണ്ടതെന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാം. Then അവർ ടക് started driving. After the man get inside the auto. അപ്പൊ അയാൾ ആ ഓട്ടോയിൽ കയറിയിരുന്നു. വലിയൊരു ക്ലോത്ത് ബാഗും കൊണ്ടാണ് അയാൾ ആ ഓട്ടോയിൽ കയറിയിരിക്കുന്നത്, അല്ലെ? സോ when he was driving, when Tuk was driving, always he was thinking about that cloth bag. Tuk ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്? വാട്ട് ഈസ് ഇൻ ദ ബാഗ്? എന്താണ് ആ ബാഗിലുള്ളത് എന്നായിരുന്നു നമ്മുടെ ടക്കിന്റെ ആലോചന. Then the man said, "Go fast, go fast." അപ്പൊ ആ ഓട്ടോയിൽ കയറിയിരിക്കുന്ന ആൾ എന്താണ് പറയുന്നത്? ഗോ ഫാസ്റ്റ്, ഗോ ഫാസ്റ്റ്, വേഗം ഡ്രൈവ് ചെയ്യൂ, വേഗം ഡ്രൈവ് ചെയ്യൂ എന്ന് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Then our Tuk became anxious. ഇതും കൂടി കേട്ടപ്പോ ടക്കിന് വളരെ ആൻസൈറ്റി ആയി. എന്തായിരിക്കാം ഇയാളത്തെ ഇത്ര ധൃതി പിടിച്ചിട്ട് പോവാൻ വേണ്ടി പറയണത് എന്ന് ഉള്ള അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ ടക്കിന് കൂടി വന്നു. And when he was driving fast, he jumped over a bump. അപ്പൊ പെട്ടെന്ന് ഓട്ടോ സ്പീഡിൽ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നതിനിടയില് ഒരു ഹമ്പ് ചാടി കടക്കേണ്ടതായിട്ട് വന്നു. At that time, the man jumped up and his head hit on the top. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയില് ഈ ഓട്ടോയിൽ കയറിയിരിക്കുന്ന ട്രാവലറുടെ തല മുകളിൽ തട്ടി. Then he says, "Ah." അപ്പൊ അയാള് ആന്ന് ഉറക്കെ കരഞ്ഞു. The cloth bag was also jumped. അപ്പൊ ആ ഹമ്പ് ചാടി കടന്നപ്പോ എന്ത് സംഭവിച്ചു? ഈ ക്ലോത്ത് ബാഗും മുകളിലേക്ക് പൊങ്ങി തിരിച്ച് സീറ്റിലേക്ക് വന്നു വീണു. At that time, a sound came out of that cloth bag. അപ്പൊ ആ ക്ലോത്ത് ബാഗിൽ നിന്ന് പെട്ടെന്ന് ഒരു സൗണ്ട് പുറത്തേക്ക് വന്നു. ബൗ വൗ. അപ്പൊ ആരായിരുന്നു ക്ലോത്ത് ബാഗിൽ ഉണ്ടായിരുന്നത്? യെസ്, ഇറ്റ് വാസ് Raju's dog. It was Raju's dog. His name was Pikku. What's the name of that dog? Pikku. Pikku was the pet dog of Raju. Then the Tik could understand he was a thief. A thief is sitting inside my auto. He was taking our Pikku to somewhere. അയാള് നമ്മുടെ പിക്കുവിനെ എവിടേക്കോ കൊണ്ടുപോവാണ് എന്നുള്ള കാര്യം നമ്മുടെ ടക്കിന് മനസ്സിലായി. Then at that time, suddenly he turned over. പെട്ടെന്ന് ടക് എന്ത് ചെയ്തു? ഓട്ടോ തിരിച്ചുവിട്ടു. And he ran fast. വേഗം ഓട്ടോ തിരിച്ച് സ്പീഡില് ഓടിക്കാൻ തുടങ്ങി. Then the man understood they are going back to home. അപ്പൊ ആ തീഫിന് എന്ത് മനസ്സിലായി? ഇവര് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണെന്ന് മനസ്സിലായി. Then what he did? He jumped out of the auto. പെട്ടെന്ന് അയാള് ആ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടി.
Tuk Tuk didn't stop. He drove fast. When he was reached out of the Raju's gate, our Raju was waiting there. He was very sad. അപ്പൊ നമ്മുടെ ടക്ടക്ക് തിരിച്ച് വീട്ടിലെത്തിയപ്പോ എന്താണ് കണ്ടത്? നമ്മുടെ രാജു അവിടെ വിഷമിച്ചിരിക്കുന്നതാണ് കണ്ടത്. Why he was so sad? So he thought he lost Pikku. പിക്കുവിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മളെ രാജു അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. When he saw Tuk Tuk, he ran towards Tuk Tuk. അപ്പൊ ടക്ടക്കിനെ കണ്ടതും രാജു ഓടി വന്ന് ടക്ടക്കിനോട് പറഞ്ഞു, I lost my Pikku. I was very sad because I lost my Pikku. എനിക്ക് എന്റെ പിക്കുവിനെ നഷ്ടപ്പെട്ടു. എന്റെ പിക്കുവിനെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. നീ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എന്റെ പിക്കുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആരോട് പറഞ്ഞു? ടക്ടക്കിനോട് പറഞ്ഞു. Then Tuk Tuk said, don't worry. You just look inside my auto. അപ്പൊ ടക്ടക് എന്താ പറഞ്ഞത്? You don't worry. You just look inside my auto. നീ എന്റെ ഓട്ടോയുടെ അകത്തേക്ക് ഒന്ന് നോക്ക്. എന്നിട്ട് വിഷമിക്കണോ വേണ്ടേന്ന് തീരുമാനിച്ചാ മതി. When Raju was looking inside the tuk-tuk, he became very happy. അപ്പൊ ഓട്ടോയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോ എന്താ കണ്ടത്? Yes, Pikku is sitting inside the auto. അപ്പൊ നമ്മുടെ പിക്കു ഓട്ടോയുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ആര് കണ്ടത്? രാജു കണ്ടത്. He became very happy when he saw Pikku. പിക്കുവിനെ കണ്ടപ്പോ രാജുവിന് വളരെ സന്തോഷമായി. Then what he did? He take Pikku into his house and hugged Pikku. Then they played happily. Tuk Tuk also become happy and Raju thanked to Tuk Tuk for his help. അപ്പൊ പിക്കുവിനെ കണ്ടപ്പോ രാജുവിന് വളരെയധികം സന്തോഷമായി. എന്നിട്ട് രാജു എന്ത് ചെയ്തു? ടക്ടക്കിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പിക്കുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ അവര് സന്തോഷായിട്ട് കളിച്ചു. ഓക്കെ, ഡു യു അണ്ടർസ്റ്റുഡ് ദിസ് സ്റ്റോറി? ഡു യു ലൈക്ക് ദിസ് സ്റ്റോറി? സോ ക്യാൻ യു സേ who are the characters of this story? Tuk Tuk, Pikku and Raju. Let's read this chapter. Chapter 2, What is in the bag? All of you read. What's the chapter name? What is in the bag? Can you see the picture? This is our Tuk Tuk. This is our Tuk Tuk. This is Tuk Tuk. He is an auto. He takes passengers. Tuk Tuk is near Raju's house. Tuk Tuk takes Raju to school. But today is Sunday. Raju is at home. A man is at Raju's gate. He has a big bag. Take me to Mansi Park, says the man. What he said? Take me to the Mansi Park. Jump in, says Tuk Tuk. What the Tuk Tuk replied? Jump in.
The man gets in. He puts the bag on the seat. It is a cloth bag. It is tied at the top. Hurry, says the man. Hurry, says the man. He looks at Raju's house. Tuk-Tuk thinks, why did the man look at Raju's house? Why is he in a hurry? Tuk-Tuk starts driving faster. Faster, says the man. Just then the bag moves. Oh, thinks Tuk-Tuk, what is in the bag? Tuk-Tuk drives over a bump. The man and the bag jump. The man bumps his head. Oh, he shouts. Bow wow comes from the bag. Tuk-Tuk thinks that is Raju's dog, Pikku. He is in the bag. Faster, says the man. Tuk-Tuk thinks this man has taken Raju's dog. What shall I do? Pikku is barking. Stop barking, the man shouts. Tuk-Tuk turns around on the road. He is now going back. Where are you going? Shouts the man. Turn around, he shouts. But Tuk-Tuk goes on driving. The man sees they are going to Raju's home. So he jumps out and runs away. Raju is at his gate. I have lost my dog, he says. He is here, says Tuk-Tuk. Look in the bag. Pikku jumps out and Raju hugs him. Thank you, Tuk-Tuk, Raju says. But who put Pikku in a bag? Asks Raju. I will tell you, says Tuk-Tuk. Then Tuk-Tuk said everything to Raju and they lived happily. So here our story ends. Let me ask some questions from this story. ഇനി മിസ് ഈ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ആരാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു തരാമെന്ന് നോക്കാലോ. ആർ യു റെഡി? Can you say the name of the story? Who can say? What's the name of this story? The name of this story is What is in the Bag? Say, what is in the bag? Next question. Who is Pikku? Who is Pikku? Pikku is the dog. Who is Pikku? Pikku is the dog. What was in the cloth bag? Who can say what was in the cloth bag? Pikku was in the cloth bag. Who was in the cloth bag? Our Pikku was in the cloth bag. Right? Now let's study some new words of this story and its meanings. Okay? Passengers, യാത്രക്കാർ. Jump, ചാടുക. Cloth, തുണിസഞ്ചി. Hurry, തിരക്കിട്ട്. Driving, ഓടിക്കുക. Faster,
വേഗത്തിൽ. Once more. Passengers, യാത്രക്കാർ. Jump, ചാടുക. Cloth bag, തുണിസഞ്ചി. Hurry, തിരക്കിട്ട്. Driving, ഓടിക്കുക. Faster, വേഗത്തിൽ. Think, ചിന്തിക്കുക. Barking, കുരയ്ക്കുക. Turn, തിരിക്കുക. Shout, ഉറക്കെ പറയുക. Hug, ചേർത്ത് പിടിക്കുക. Okay? Do you understand this meanings? Copy these words and meanings to your notebook and by heart this. എല്ലാവരും ഈ മീനിങ്സും വേർഡ്സും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് 5 ടൈംസ് എഴുതി ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ? നൗ ലെറ്റ്സ് എൻജോയ് എ സോങ്. Ducks on the water. All of you sing it after me. Ducks on the water, quack, quack, quack. Sailing down the river and then sailing back. Mother duck leads, ducklings behind. Trim little swimmers in a long straight line. Out of the river, into the nest. Time for the family to have a rest. Once more. Ducks on the water, quack, quack, quack. Sailing down the river and then sailing back. Mother duck leads, ducklings behind. Trim little swimmers in a long straight line. Out of the river, into the nest. Time for the family to have a rest. Do you like this song? Sing it and study. Okay, dear students. Today, let's wind up our class. And the next class, I will come with a beautiful story. Before that, you study this story. All of you take care. Thank you.